25 വയസ്സിലെ തമാശനായിരുന്നടാ. പക്ഷെ അത് ഇത്രയും കൊല്ലം ഇരിക്കപ്പുറത്ത് തരാത്ത പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതുപോലെ ഇരിക്കപ്പുറത്ത് തരാത്ത പ്രണയങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചില ആളുകൾക്കെങ്കിലും ചങ്കിടിപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഡേറ്റിംഗ് ആപ്പുകളിലും സോഷ്യൽ മീഡിയ ഇൻസ്റ്റൻറ്റ് മെസ്സേജുകളിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് പ്രണയമല്ല, കുറച്ചും കൂടി പുറകോട്ടേക്ക് പോകും. അന്നത്തെ കാത്തിരിപ്പിനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആ ഒരു പ്രണയം ഒന്ന് തുറന്നു പറയാൻ വേണ്ടിയിട്ട് 4 മണി കാത്തിരുന്നിട്ടില്ല ഒരുപാട്. ഒരു നോക്ക് കാണാൻ കിട്ടിയിരുന്ന അവസരം, ഒന്ന് സംസാരിക്കാൻ കിട്ടിയിരുന്ന അവസരം, ഒരു നിമിഷം പോലും പാഴാക്കാതെ എല്ലാ ദിവസവും അവൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിരുന്നില്ലേ നമ്മൾ? അന്ന് കേട്ടിരുന്ന മിക്ക പ്രണയഗാനങ്ങളിലെയും സാങ്കല്പിക പ്രണയ ജോഡികൾ നമ്മൾ തന്നെ ആയിരുന്നില്ല. ഒരുമിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് മനസ്സൊരു 1000 തവണ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നില്ല നമ്മൾ. പക്ഷെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വിട്ട് കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച ആളുകൾ ഇന്നും ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പോൾ വിട്ടുകൊടുത്തവരോ? അവരുടെ പ്രണയം പരിശുദ്ധമല്ലെന്നാണോ? അന്നത്തെ അവരുടെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് അവർ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. ചില സമയങ്ങളിൽ നേടിയെടുക്കുന്നതിനേക്കാൾ നല്ലത് വിട്ടുകൊടുക്കുന്നതാണ്. ഇതിലേതാണ് നിങ്ങളുടെ പ്രണയം? നേടിയെടുത്തതോ വിട്ടുകൊടുത്തതോ?